തിരുപ്പൂരിലെ ബനിയൻ കച്ചവടക്കാരെല്ലാം ബംഗ്ലാദേശികളെന്ന വിവരങ്ങൾ പുറത്ത്. തമിഴ്നാട്ടിൽ നിന്ന് 31 ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഭീകരവിരുദ്ധ സ്ക്വാഡ്. നമുക്കറിയാം, തിരുപ്പൂർ ജില്ലയിലെ പല്ലടം മേഖല, ഇവിടെ ബനിയൻ ഇൻഡസ്ട്രിക്ക് വളരെയധികം പ്രശസ്തമായ ഒരു സ്ഥലമാണ്. ആ ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുന്ന തൊഴിലാളികളെല്ലാം ബംഗ്ലാദേശികളാണ് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. തിരുപ്പൂർ ജില്ലയിലെ പല്ലടം മേഖലയിൽ നിന്നാണ് ഇവർ പിടിയിലായത്. വ്യാജ ആധാർ കാർഡുകൾ തന്നെയാണ് ഇവർ കൈവശം വച്ചിരുന്നത്. മേഖലയിലെ ബനിയൻ കമ്പനികൾ ഒരുപാടുള്ള സ്ഥലമാണ്. ആ കമ്പനികളിൽ ജോലി ചെയ്ത് ധാരാളം ബംഗ്ലാദേശി പൗരന്മാർ വ്യാജ ആധാറുമായി താമസിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്നാണ് ഇവിടെ അറസ്റ്റ് നടന്നത് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. തിരുപ്പൂർ ജില്ലയിലെ ബനിയൻ കമ്പനികളിൽ ധാരാളം ബംഗ്ലാദേശി യുവാക്കൾ താമസിക്കുന്നുണ്ട് എന്ന് കോയമ്പത്തൂരിലെ ഭീകരവിരുദ്ധ സ്ക്വാഡിന് രഹസ്യ വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാജ ആധാർ കാർഡുകൾ ഉപയോഗിച്ച് പല്ലടം പ്രദേശത്ത് അനധികൃതമായി താമസിച്ച 31 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യലിനായി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. കോയമ്പത്തൂർ പോലീസ് സൂപ്രണ്ട് ബദ്രി നാരായണൻ നൽകിയ വിവരങ്ങളാണത്. വ്യാജ ആധാർ കാർഡുകളും പാൻ കാർഡുകളും ഉൾപ്പെടെയുള്ള രേഖകൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. ഈ ആഴ്ച ആദ്യം പല്ലടത്തെ മഹാലക്ഷ്മി നഗർ പ്രദേശത്ത് അനധികൃതമായി ജോലി ചെയ്തതിനും താമസിച്ചതിനും 6 ബംഗ്ലാദേശി പൗരന്മാരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ നടപടി. കഴിഞ്ഞ ആഴ്ച പെരുന്തുറയിലെ ഫാക്ടറികളിൽ ജോലി ചെയ്തിരുന്ന 7 ബംഗ്ലാദേശി പൗരന്മാരെ അനധികൃതമായി ഇന്ത്യയിൽ തുടരുന്നതിനിടയിൽ പിടികൂടിയിരുന്നു. വടക്കേ ഇന്ത്യയിലെ നിരവധി തൊഴിലാളികൾ കുടുംബത്തോടൊപ്പം തമിഴ്നാട്ടിലെ വിവിധ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്കിടയിലേക്ക് വ്യാപകമായി ബംഗ്ലാദേശി പൗരന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. ഇവരിൽ ബംഗ്ലാദേശിലെ കൊടും കുറ്റവാളികൾ വരെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. അസം വഴി ഇന്ത്യയിലേക്ക് കടന്ന നിരവധി ബംഗ്ലാദേശ് പൗരന്മാർ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ആരോപിച്ചിരുന്നു. അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അടുത്തിടെ പിടികൂടിയവർ എല്ലാം തമിഴ്നാട്ടിലെ തുണി ഫാക്ടറിയിലെ ജീവനക്കാരായിരുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്വദേശി പൗരന്മാരെ പിടികൂടിയ തിരുപ്പൂർ, കോയമ്പത്തൂർ ജില്ലകൾ തുണി വ്യവസായത്തിന് പ്രസിദ്ധമാണ്. കേരളം ബംഗ്ലാദേശികൾക്ക് സുരക്ഷിത താവളമായിട്ട് നാളുകളേറെയായി നമുക്കറിയാം. വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും കേരളത്തിൽ ഇവർക്ക് സുരക്ഷിത താവളം ഒരുക്കുകയും ചെയ്തതിൽ മതഭീകരവാദികളുടെ പങ്ക് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. 2020 സെപ്റ്റംബറിൽ NIA പെരുമ്പാവൂരിൽ, എറണാകുളത്തെ പെരുമ്പാവൂരിൽ നടത്തിയ ഒരു റെയ്ഡിൽ 3 അൽ-ഖ്വയ്ദ ഭീകരവാദികൾ പിടിയിലായിരുന്നു. രാജ്യത്താകെ നടന്ന റെയ്ഡിൽ 9 പേർ പിടിയിലായതിൽ 3 പേർ കേരളത്തിലെത്തി പെരുമ്പാവൂരിൽ നിന്നായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തോളമായി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് നടന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ വിദേശ ഫണ്ടുകളും ലഭിച്ചിരുന്നു. എന്നാൽ പോപ്പുലർ ഫ്രണ്ട് ഭീകര സംഘടനയെ രാജ്യത്ത് നിരോധിക്കുകയും അവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തതോടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടഞ്ഞ മതഭീകരവാദികൾ താൽക്കാലികമായി ഉൾവലിയുകയും ചെയ്തു. അതിനൊപ്പമാണ് അവരുടെ സംരക്ഷണയിൽ വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരും കേരളം വിട്ടുപോയത്. ബംഗാളികളായിരുന്നു ബംഗ്ലാദേശികൾ. എറണാകുളം, പെരുമ്പാവൂർ മേഖലയിൽ അടക്കം ഇവർ ബംഗാളികളായിട്ടാണ് കഴിഞ്ഞിരുന്നത്. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലെ റെയ്ഡിനും രഹസ്യാന്വേഷണ നിരീക്ഷണം ശക്തമാക്കിയതിനുമൊപ്പമാണ് കേരളത്തിലെ പെരുമ്പാവൂർ മേഖലയിൽ നിന്ന് പലരും അപ്രത്യക്ഷരായത്. ആലുവ, കളമശ്ശേരി, മൂവാറ്റുപുഴ മേഖലകളും കർശന നിരീക്ഷണത്തിൽ ആയിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ മുങ്ങിയവരുടെ വിവരങ്ങൾ വിവിധ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചിരുന്നു. ബംഗാളികൾ എന്ന പേരിൽ കേരളത്തിലെത്തുന്നത് ബംഗ്ലാദേശികളാണ് എന്ന ഒരു വാദം നിലനിന്നിരുന്നു. ഏകദേശം 1.5 പതിറ്റാണ്ട് മുമ്പാണ് സംസ്ഥാന തൊഴിലാളികളുടെ കടന്നുവരവ് തുടങ്ങിയത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ഇതുപോലെ ബംഗ്ലാദേശികളെ പിടിയിലാകുമ്പോൾ ശരിക്കും കേരളവും തമിഴ്നാടും ഒക്കെ അവർക്ക് വളരെയധികം സുരക്ഷിതമായി നിൽക്കാൻ പറ്റുന്ന ഇടങ്ങളായി മാറുന്നു എന്നതിന് കൂടുതൽ തെളിവുകളാണ് പുറത്തുവരുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള തെളിവുകളാണ് പുറത്തുവരുന്നത്. എന്തായാലും കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തിന്റെ പല ഭാഗത്തും ഇതുപോലെ ബംഗ്ലാദേശികൾ മറ്റു പല പേരിലും അല്ലെങ്കിൽ വ്യാജ ആധാർ കാർഡിന്റെ ഒക്കെ കൈവശം വെച്ച് തുടരുന്നത് ശരിക്കും അപകടകരം തന്നെയാണ്. എന്തൊക്കെയായാലും ശരി, ദേശീയ അന്വേഷണ ഏജൻസികൾ ഈ ഒരു വിഷയത്തിൽ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും കേന്ദ്രം ഇത്തരക്കാരെ പുറത്താക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും വ്യാജ ആധാർ കാർഡ് ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന സംഘങ്ങളെ കണ്ടെത്തുകയും അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ബംഗ്ലാദേശിൽ ഈ സംഭവങ്ങൾ സംഘർഷം ഉണ്ടായതിനു ശേഷം മാത്രമല്ല, അതിനു മുൻപ് തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ പലയിടങ്ങളിൽ ഇവർ സുരക്ഷിതരായി താമസിച്ചിരുന്നു എന്നത് തന്നെ നമ്മുടെ ചില സെക്യൂരിറ്റി നീക്കങ്ങളിലുള്ള അശ്രദ്ധ തന്നെയാണ്. അത്തരം കാര്യങ്ങൾ കണ്ടെത്തി കേന്ദ്ര സർക്കാർ പരിഹരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ രാജ്യത്തെ ജനങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമ്മസ്.